എല്ലാവർക്കും MSലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം തന്നെയാണ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന കൃഷ്ണ തിയേറ്ററിലാണ്. നമ്മൾ ഇതിനു മുമ്പ് അവിടുത്തെ ഒരു സ്പെസിഫിക്കേഷനും കാര്യങ്ങളുടെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പം ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു ഫുള്ളൊരു വീഡിയോ കാര്യങ്ങൾ ചെയ്യുമെന്ന്. എന്നാച്ചാൽ ചെയ്യാമെന്ന്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കൃഷ്ണ തിയേറ്ററാണ്. നമുക്ക് ഈ തിയേറ്ററിൻ്റെ പാർക്കിംഗ് ഏരിയയോട്ട് തുടങ്ങാം. ബാക്കി ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരാം. കൃഷ്ണ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂയും കാര്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഏറ്റവും മുകളിൽ കൃഷ്ണ തിയേറ്ററിൻ്റെ പേരും അതിന് മുകളിൽ ലോഗോയും കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിലോട്ട് വരുമ്പോൾ ഒരു കൃഷ്ണൻ്റെ ഫോട്ടോയും കാര്യങ്ങളും അതൊരു നല്ല ആർട്ട് വർക്കും രീതിയും ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. നമുക്കിനി ഈ തിയേറ്ററിൻ്റെ ഒരു ഫുള്ളൊരു വ്യൂയും കാര്യങ്ങളും നമുക്ക് നോക്കാം. നേരത്തെക്കാട്ടി ഒരുപാട് മാറ്റമുണ്ട്. ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂയും കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് തിയേറ്ററിലെ പാർക്കിംഗ് ഏരിയയിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ തിയേറ്ററിൻ്റെ നമ്മൾ ഈ കാണുന്നതെല്ലാം നമ്മുടെ തിയേറ്ററിലെ പാർക്കിംഗ് ഏരിയയാണ്. നല്ല അത്യാവശ്യം വണ്ടിയും കാര്യങ്ങളും എല്ലാം പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് പാർക്കിങ്ങും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല പാർക്കിംഗ് വരെ നമ്മുടെ തൊട്ടപ്പുറത്ത് നമ്മുടെ തിയേറ്ററിനകത്ത് പാർക്കിംഗ് വരുന്നുണ്ട്. അങ്ങേയറ്റം വരെ നമുക്ക് പാർക്കിംഗ് കാര്യങ്ങൾ ചെയ്യുന്നതിന് നമുക്കിനി തൊട്ടപ്പുറത്തെ പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളും നോക്കാം. നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് നടന്നു പോകാം. എവിടം വരെയാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളും വരുന്നത് നമുക്ക് നോക്കാം. നമുക്ക് മുന്നോട്ട് പോയതിന് ശേഷം എവിടെയാണ് പാർക്കിംഗ് വരുന്നത് നോക്കാം. ഒന്ന് നടന്ന് അങ്ങോട്ട് പോകാം. നമ്മുടെ തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള പാർക്കിംഗ് ഏരിയ ആണ് ഈ വരുന്നത്. നല്ല അത്യാവശ്യം വണ്ടിയും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു പാർക്കിംഗ് ബേസാണ്. അങ്ങനെ നമ്മുടെ തിയേറ്ററിലെ പാർക്കിംഗ് ഫ്രണ്ടും എല്ലാം കാണിച്ചു. ഇനി നമുക്ക് അകത്തോട്ട് കയറി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. നമുക്കിനി അകത്തോട്ട് പോകാം. ഇതാണ് നമ്മുടെ എൻട്രിയും കാര്യങ്ങളും വരുന്നത്. നമുക്ക് അകത്തോട്ട് കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അങ്ങനെ നമ്മൾ അകത്ത് വരുമ്പോൾ തന്നെ കാണുന്ന ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളുമാണ്. 170, 125 പ്ലാറ്റിനം ആൻഡ് ഗോൾഡ് സർക്കിളാണ് വരുന്നത്. ലേഡീസ് ആൻഡ് ജെൻസ് ഗൂഗിൾ പേ സൗകര്യം കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നമ്മുടെ തിയേറ്ററിനകത്ത്. തൊട്ടിപ്പുറത്ത് തന്നെ നമ്മുടെ തിയേറ്ററിനകത്ത് സ്ക്രീനിൻ്റെ അറേഞ്ച്മെൻറ്റ് സീറ്റിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് സ്ക്രീനകത്ത്. ഇനി നമുക്കങ്ങനെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളും ടിക്കറ്റ് റേറ്റൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് നേരെ ഓപ്പോസിറ്റ് നമുക്ക് ആണ് വരുന്നത് ക്യാൻറ്റീനും കാര്യങ്ങളും. നമുക്ക് ക്യാൻറ്റീൻ്റെ കാര്യങ്ങൾ നോക്കാം. അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മുടെ ക്യാൻറ്റീനും കാര്യങ്ങളും വരുന്നത്. നമുക്ക് ക്യാൻറ്റീൻ ആ സെക്ഷന് ഒരു ഫുള്ളൊരു വ്യൂയും കാര്യങ്ങളും നോക്കാം. നമ്മുടെ തിയേറ്ററിനകത്ത് ഒത്തിണങ്ങിയ ഒരു രീതിയിലുള്ള ഒരു ക്യാൻറ്റീനും കാര്യങ്ങളും ഡിസൈനും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു ഫുള്ളൊരു വ്യൂയും കാര്യങ്ങളും ബാക്കിലോട്ട് പോയതിന് ശേഷം നോക്കാം. നല്ല രീതിയിൽ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ക്യാൻറ്റീൻ്റെ രീതിയിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഫുള്ളൊരു വ്യൂ സൈഡിൽ നിന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ക്യാൻറ്റീൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ ടിക്കറ്റ് കൗണ്ടറും ക്യാൻറ്റീനും എല്ലാം കാണിച്ച് ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അതിന് തൊട്ട് ഇപ്പുറത്ത് തന്നെ നമ്മുടെ തിയേറ്ററിനകത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന പടത്തിൻ്റെ പോസ്റ്റർ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനി ഇറങ്ങാൻ പോകുന്ന പടത്തിൻ്റെയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗോൾഡ് സർക്കിൾ നോക്കാം. ഇതാണ് നമ്മുടെ ഗോൾഡ് സർക്കിളും കാര്യം വരുന്നത് 125 രൂപ. അതിന് മുകളിലാണ് നമുക്ക് പ്ലാറ്റിനം വരുന്നത് കേട്ടോ. ഈ സ്റ്റെപ്പ് കയറി വരുന്നതാണ് നമുക്ക് പ്ലാറ്റിനം കാര്യങ്ങളും വരുന്നത്. ഓടിക്കൊണ്ടിരിക്കുന്ന പടത്തിൻ്റെ ഫ്ലെക്സ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തിയേറ്ററിലെ വെയിറ്റിംഗ് ഏരിയ നോക്കാം. ഇതാണ് നമ്മുടെ തിയേറ്ററിലെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു വെയിറ്റിംഗ് ഏരിയയും കാര്യങ്ങളും വരുന്നത്. ഇനി നമുക്ക് അതിന് തൊട്ടുപുറത്താണ് ഗോൾഡ് സർക്കിൾ. ഇതാണ് നമ്മുടെ ഗോൾഡ് സർക്കിൾ വരുന്നത് 125 ടിക്കറ്റ് റേറ്റ്. നമുക്ക് അകത്തോട്ടുള്ള വിഷ്വലും കാര്യങ്ങളും നോക്കാം. നമ്മുടെ ഫ്രണ്ടിലത്തെ ഒരു ഇൻറ്റീരിയർ പർപ്പിൾ കളറിനകത്തുള്ള കൊടുത്തിരിക്കുന്ന ഇൻറ്റീരിയർ ഡിസൈനും കാര്യങ്ങളും വളരെയധികം ശ്രദ്ധേയമായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തിയേറ്ററിനകത്ത് നല്ല രീതിയിൽ എറിച്ചിരിക്കുന്ന ആ ഇൻറ്റീരിയർ ഡിസൈൻ തന്നെയാണ് ആ പർപ്പിൾ കൊടുത്തിരിക്കുന്നത്. നമുക്കിനി അകത്തോട്ട് പോയിട്ട് നമ്മുടെ തിയേറ്ററിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്കിനി അകത്തോട്ട് കയറാം. നമ്മുടെ ഗോൾഡ് സർക്കിളിനകത്തോട്ട് കേട്ടോ. അകത്തോട്ട് പോകാം. കള്ളത്തരം കാണിക്കാനും പറയാനും നല്ല വെളുക്കാണല്ലോ. നമ്മുടെ ഈ തിയേറ്ററിൽ ആദ്യം തന്നെ നമുക്ക് ഇൻറ്റീരിയർ ഡിസൈനെ കുറിച്ച് പറയാം. കാരണം ഈ തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ അതിമനോഹരമാക്കിയിരിക്കുന്നത് ആ ഇൻറ്റീരിയർ ഡിസൈനിൻ്റെ ഭംഗിയാണ്. ഒരു നീല ഒരു പിങ്ക് ഇച്ചിരി ഡാർക്ക് പിങ്ക് സൈസാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ തിയേറ്ററിലെ ഇൻറ്റീരിയർ ഡിസൈൻ. അത് തന്നെയാണ് ഈ തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ ഭംഗി ആകർഷിപ്പിക്കുന്നത്. ഒരു ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ തിയേറ്ററിലെ ഇൻറ്റീരിയർ ഡിസൈൻ ആയിരിക്കും ആകർഷിക്കുന്നതെന്ന് 100% തന്നെ പറയാം. നല്ലൊരു മാച്ചായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ഡിസൈനാണ് തിയേറ്ററിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇൻറ്റീരിയർ ഡിസൈനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്കിനി നേരെ സീറ്റിനകത്തോട്ട് പോയിട്ട് സീറ്റിങ്ങിൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് തുടങ്ങാം. നേരെ സീറ്റിങ്ങിലോട്ട്. നമ്മുടെ തിയേറ്ററിൽ 2 കാറ്റഗറി സീറ്റാണ് വരുന്നത്. ഗോൾഡ് ആൻഡ് പ്ലാറ്റിനം. ഗോൾഡിന് 125, പ്ലാറ്റിനത്തിന് 170. 125 രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് 251 സീറ്റാണ് വരുന്നത്. പ്ലാറ്റിനത്തിനകത്ത് 54 സീറ്റ്. ഏറ്റവും മുകളിൽ കാണുന്ന 170 രൂപ ടിക്കറ്റ് റേറ്റ്. പല തിയേറ്റർ റിനോവേഷന് ശേഷം ബാൽക്കണി സെക്ഷനും കാര്യങ്ങളും എടുത്ത് കളയാറാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ കൃഷ്ണ തിയേറ്റർ ബാൽക്കണി സെക്ഷനൊക്കെ നിർത്തി. അത് വളരെ നല്ലൊരു കാര്യം തന്നെ. നമുക്കിനി ഫ്രണ്ടിലോട്ട് പോയിട്ട് നമ്മുടെ തിയേറ്ററിനകത്ത് ലെഗ് സ്പേസും കാര്യങ്ങളും നോക്കാം. ഓരോ സീറ്റിനും എത്ര വെച്ചാണ് ലെഗ് സ്പേസും കാര്യങ്ങളും നോക്കാം. നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ടോ നമുക്കൊന്ന് നോക്കിയാലോ. നമുക്കിനി ലെഗ് സ്പേസിലിട്ടോ. നമ്മുടെ തിയേറ്ററിൻ്റെ നൈസായിട്ടാണ് ലെഗ് സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നല്ല വിശാലമായിട്ടുള്ള നമുക്ക് ഇരുന്ന സിനിമയും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്ന രീതിയിലുള്ള ലെഗ് സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എടുത്തു പറയേണ്ട കാര്യം നമ്മുടെ തിയേറ്ററും കാര്യങ്ങളും നല്ല ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആണ് കേട്ടോ. നമുക്കിനി ബാൽക്കണി സെക്ഷനിലോട്ട് പോയിട്ട് ബാക്കിയുള്ള അതായത് നമുക്ക് പ്ലാറ്റിനത്തോട്ട് പോകാം.
നേരെ മുകളിലോട്ട്. ടിക്കറ്റ് റേറ്റിൻ്റെ തൊട്ടിപ്പുറത്തുള്ള സ്റ്റെപ്പ് വഴിയാണ് നമുക്ക് പ്ലാറ്റിനം സർക്കിളിലോട്ട് കയറാനുള്ളത് കേട്ടോ. നമുക്ക് ഈ സ്റ്റെപ്പ് കയറി വരുന്നത് നേരെ പ്ലാറ്റിനത്തോടെ നമുക്ക് മേളിലോട്ട് കയറാം. അതിനുശേഷം നമുക്ക് പ്ലാറ്റിനം സർക്കിളിലോട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം നോക്കാം. അകത്ത് കയറിയതിന് ശേഷം നമുക്ക് മുകളിലോട്ട് കയറി പോകാം. ഈ സ്റ്റെപ്പ് വഴി നേരെ ചെല്ലുന്നത് നമ്മുടെ പ്ലാറ്റിനത്തിലോട്ടാണ് കേട്ടോ. ഇതേ നമ്മുടെ പ്ലാറ്റിനത്തിൻ്റെ എൻട്രിയും കാര്യങ്ങളും ഇവിടെയാണ് വരുന്നത്. നമുക്കിനി അകത്ത് കയറിയതിന് ശേഷം നോക്കാം. ഇതാണ് നമ്മുടെ അകത്തോട്ട് കാണുമ്പോൾ ഒരു വ്യൂയും കാര്യങ്ങളും. നമുക്കൊരു ഫുള്ളൊരു വ്യൂ പ്ലാറ്റിനത്തിൽ നിന്ന് നോക്കാം കേട്ടോ. നമ്മുടെ തിയേറ്ററിലെ സീറ്റിങ്ങിലോട്ട് പോകുകയാണെങ്കിൽ 54 സീറ്റാണ് ടോട്ടൽ വരുന്നത്. 170 രൂപയാണ് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും വരുന്നത് നമ്മുടെ പ്ലാറ്റിനത്തിനകത്ത്. അപ്പം ടോട്ടൽ 305 സീറ്റും കാര്യങ്ങളാണ് വരുന്നത്. നല്ല അടിപൊളി കംഫർട്ട് സീറ്റ് തന്നെയാണ് നമുക്ക് താഴെയും മുകളിലും കൊടുത്തിരിക്കുന്നത് പറയാം. നല്ല അടിപൊളിയാണ് കേട്ടോ. സീറ്റിങ്ങിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും എല്ലാം നമ്മുടെ തിയേറ്ററും കാര്യങ്ങളും ചെയ്തിരിക്കുക. നമുക്കിനി ഒരു ലെഗ് സ്പേസും കാര്യങ്ങളും നോക്കാം. നമ്മുടെ തിയേറ്ററിൻ്റെ പ്ലാറ്റിനം സീറ്റിൽ നമ്മുടെ ഒരു ലെഗ് സ്പേസും കാര്യങ്ങളാണ് കാണുന്നത്. നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ലെഗ് സ്പേസും കാര്യങ്ങളും നമ്മുടെ തിയേറ്ററും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പല തിയേറ്ററുകാരും റിനോവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ബാൽക്കണി എടുത്ത് കളയാറാണ് പതിവ്. എന്തായാലും നമ്മുടെ കരുനാഗപ്പള്ളി കൃഷ്ണ തിയേറ്റർ അതൊരിക്കലും ചെയ്തിട്ടില്ല. അത് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്താണ് നമ്മുടെ തിയേറ്ററും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. നമ്മുടെ ടിക്കറ്റ് റോയും കാര്യങ്ങളും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ LED-ക്കകത്ത് നമ്മുടെ നമ്പരും കാര്യങ്ങളും സീറ്റ് നമ്പർ അത് ഏത് റോയിലാണെന്നുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു സെൻറ്ററിലോട്ട് ഇരുന്നിട്ട് സ്ക്രീനിൽ നിന്നുള്ള അതായത് സീറ്റിൽ നിന്നുള്ള സ്ക്രീനിലോട്ടുള്ള വ്യൂയും കാര്യങ്ങളും നോക്കാം എങ്ങനെയുണ്ടെന്ന് കേട്ടോ. നമുക്ക് പ്രൊജക്ട് റൂമിൻ്റെ താഴത്തെ സീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെൻട്രൽ സീറ്റാണ് തിയേറ്ററിൻ്റെ. അത് പല വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്നിട്ട് നമുക്ക് നേരെ സ്ക്രീനിലോട്ടുള്ള വ്യൂയും കാര്യങ്ങളും നോക്കാം. സെൻട്രൽ ഇരുന്നോട്ടുള്ള സ്ക്രീനിലോട്ടുള്ള വ്യൂയും കാര്യങ്ങളാണ് നീ കാണുന്നത് കേട്ടോ. നല്ല വിശാലമായിട്ടുള്ള നല്ല അടിപൊളി ഒരു സ്ക്രീൻ സൈസും കാര്യങ്ങളാണ് നമ്മുടെ തിയേറ്ററിനകത്ത് ചെയ്തിരിക്കുന്നത്. നമ്മുടെ തിയേറ്ററിലെ പ്രൊജക്ട് റൂമും കാര്യങ്ങളും വരുന്നതാണ് 2K NECയുടെ ലേസർ പ്രൊജക്ഷനും കാര്യങ്ങളാണ് യൂസ് ചെയ്യുക. നമുക്ക് അകത്ത് പോയതിനു ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അങ്ങനെ നമ്മുടെ തിയേറ്ററിലെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് അതായത് ഗോൾഡിലെയും പ്ലാറ്റിനത്തിലെയും എല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ തിയേറ്ററിലെ സൗണ്ട് സിസ്റ്റത്തിലോട്ട് പോകാം. ഏറ്റവും താഴെ ഇറങ്ങിയതിന് ശേഷം നമുക്ക് സൗണ്ടിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാം എങ്ങനെയാണെന്ന്. നമ്മുടെ തിയേറ്ററിൽ സൗണ്ടിലോട്ട് വരികയാണെങ്കിൽ 7.1 ഡോൾബി സറൗണ്ടാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. സ്പീക്കർ സെക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ എമിനൻസ് എന്ന് പറയുന്ന ബ്രാൻഡഡ് കമ്പനിയുടെ സ്പീക്കറാണ് നമ്മുടെ തിയേറ്ററിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു ഫുള്ളൊരു വ്യൂയും കാര്യങ്ങളും നോക്കാം സ്പീക്കേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റിൻ്റെ കേട്ടോ. നമുക്ക് ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ തിയേറ്ററിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സബ് ഊഫറും കാര്യങ്ങളും കാണാം. ഏറ്റവും ഫ്രണ്ടിൽ തന്നെ നമുക്ക് 4 സബ് ഊഫറും കാര്യങ്ങളാണ് നമ്മുടെ തിയേറ്റർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് അടുത്തോട്ട് പോയതിനു ശേഷം ഒന്ന് നോക്കാം. അങ്ങനെ ഫ്രണ്ടിൽ തന്നെ ഓഡിയൻസിൻ്റെ അടുത്ത് തന്നെ നമുക്ക് 4 സബ് ഊഫറും കാര്യങ്ങളാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളി ഒരു ബാസ് ആയിരിക്കും ഫ്രണ്ടിൽ നിന്ന് തന്നെ കിട്ടുന്നത് കേട്ടോ. നമുക്ക് ഇനി സ്ക്രീനും ഫസ്റ്റ് സീറ്റും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസും കാര്യങ്ങളും എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കിയാലോ. നമ്മുടെ തിയേറ്ററിൽ ഈ കാണുന്ന ഫസ്റ്റ് സീറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസാണ്. നല്ല വിശാലമായിട്ടുള്ളൊരു ഡിസ്റ്റൻസും കാര്യങ്ങളും കീപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ തിയേറ്ററും കാര്യങ്ങളും പറയാം. ഇനി നമുക്ക് ഓരോ സീറ്റിൽ ഇരുന്നിട്ട് എത്രയാണ് ഡിസ്റ്റൻസും കാര്യങ്ങളും വരുന്നതെന്ന് നോക്കാം. ഫ്രണ്ട് സീറ്റ്, അതുപോലെ തന്നെ മിഡ് സീറ്റ്, ലാസ്റ്റ് സീറ്റ്. നമുക്കന്ന് ഓരോ സീറ്റ് ഇരുന്നിട്ട് സ്ക്രീൻ സൈസും കാര്യങ്ങളും നോക്കാം. ഫ്രണ്ട് സീറ്റിലിരുന്നുള്ള ഒരു സ്ക്രീൻ സൈസാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. നമ്മുടെ ഫോണിനകത്ത് ഫുള്ള് കവറാകത്തില്ല. അത്രയ്ക്ക് വലിയൊരു ബിഗ് സ്ക്രീൻ തന്നെയാണ് നമ്മുടെ തിയേറ്ററിനകത്ത് ഈ ഓഡിറ്റോറിയത്തിനനുസരിച്ച് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇച്ചിരി കുറച്ച് ബാക്കിലോട്ട് അതായത് സെൻറ്ററിലോട്ട് പോയിട്ട് നമുക്ക് നമ്മുടെ തിയേറ്ററിനകത്തെ സ്ക്രീൻ സൈസും കാര്യങ്ങളും നോക്കാം. തിയേറ്ററിനകത്തെ ഒരു സെൻറ്ററിലോട്ട് വന്നതിന് ശേഷമുള്ള ഒരു സ്ക്രീൻ സൈസും കാര്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. നല്ല വിശാലമായിട്ടുള്ള ഒരു സ്ക്രീൻ സൈസ് തന്നെയാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നമുക്കിനി ബാക്കിലോട്ട് പോയിട്ട് നോക്കാം. നമ്മുടെ തിയേറ്ററിലെ ഏറ്റവും ബാക്കിലിരുന്നുള്ള സ്ക്രീൻ സൈസാണ് നമ്മൾ കാണുന്നത്. നല്ല വിശാലമായിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സ്ക്രീൻ സൈസും കാര്യങ്ങൾ എടുത്തറിയാൻ പറ്റുന്നുണ്ട്. നല്ല ബിഗ് ഒരു സ്ക്രീൻ സൈസാണ് നമ്മുടെ ഓഡിറ്റോറിയത്തിന് കൊടുത്തിരിക്കുന്നതെന്ന് തന്നെ എടുത്ത് തന്നെ പറയാം കേട്ടോ. നമുക്കിനി ആ എമിനൻസിൻ്റെ സ്പീക്കറിൻ്റെ ലോഗോയും കാര്യങ്ങളും നോക്കിയില്ലല്ലോ, നമുക്ക് അതും കൂടെ ഒന്ന് കാണാം. നമുക്ക് ബാൽക്കണിയിലെയും അവിടുത്തെ താഴത്തെയും നമുക്ക് നോക്കാം കേട്ടോ. ഇനി അങ്ങോട്ടൊന്ന് പോയിട്ട് സ്പീക്കർ കാണിക്കാം. ഏറ്റവും ബാക്കിലത്തെ സീറ്റിനകത്ത് അതായത് നമ്മുടെ ഗോൾഡിനകത്ത് നമുക്ക് സ്പീക്കേഴ്സ് അറിയാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് എമിനൻസിൻ്റെ
ബാൽക്കണി വെച്ചേക്കുന്ന എമിനൻസിൻ്റെ സ്പീക്കറാണ് നമ്മൾ ഈ കാണുന്ന വീഡിയോയിലൂടെ. നമുക്ക് നാടിത്തോട്ട് കാണിച്ച ആ ലോഗോയും കാര്യങ്ങളൊന്ന് കാണിക്കാം എമിനൻസിൻ്റെ. ഇനി നമ്മളൊരു കാര്യം വിട്ടുപോയി, നമ്മുടെ തിയേറ്ററിലെ സ്ക്രീൻ സൈസും കാര്യങ്ങളും എങ്ങനെയാണെന്ന് അത്ര ഉണ്ടെന്ന് പറഞ്ഞില്ല അല്ലേ. നമുക്കിനി അതിനകത്തോട്ട് പോകാം. സ്ക്രീൻ സൈസ് നമ്മുടെ തിയേറ്ററിനകത്തെ സ്ക്രീൻ സൈസിലോട്ട് വരുവാണെങ്കിൽ 45 അടിയും കാര്യങ്ങളാണ് സ്ക്രീൻ സൈസും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഒരു നിസ്സാരക്കാരനല്ല, നല്ല അടിപൊളി ഒരു കൂറ്റം സ്ക്രീൻ തന്നെയാണ് നമ്മുടെ തിയേറ്ററിനകത്ത് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ താഴത്തെ ഗോൾഡും കാണിച്ച് മുകളിലത്തെ പ്ലാറ്റിനവും കഴിഞ്ഞ് ഇനി നമുക്ക് ഈ തിയേറ്ററിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും സ്ക്രീൻ ക്വാളിറ്റിയും എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. Sir, basically I'm a rich man. Show some respect. ഒന്ന് മാറണം. കള്ളത്തരം കാണിക്കാനും പറയാനും ഇവിടെ നല്ല വെളുക്കാണല്ലോ. നമ്മുടെ തിയേറ്ററിനകത്തെ സൗണ്ട് ക്വാളിറ്റിയും സ്ക്രീൻ ക്വാളിറ്റിയും കണ്ട് നല്ല അടിപൊളി സൗണ്ടാണ് കേട്ടോ. പെർഫെക്ഷൻ എന്ന് വെച്ചാൽ നല്ല അടിപൊളി പെർഫെക്ഷൻ, അതുപോലെ തന്നെ സറൗണ്ടും കാര്യങ്ങളും എല്ലാം കൃത്യമാണ് കേട്ടോ. സ്ക്രീൻ ക്വാളിറ്റിയും പിന്നെ വിടുത്ത് തന്നെ പറയണം, നല്ല അടിപൊളി ക്ലാരിറ്റിയും കാര്യങ്ങളുണ്ട് നമ്മുടെ തിയേറ്ററിനകത്ത്. ഇനി നമുക്ക് നേരെ നമ്മുടെ തിയേറ്ററിൻ്റെ പ്രൊജക്ടർ റൂമിലോട്ട് പോകാം. ഇനി നമ്മൾ കൃഷ്ണ തിയേറ്ററിൻ്റെ പ്രൊജക്ടർ റൂമിലോട്ട് കയറുകയാണ്. അതിനുശേഷം കാര്യങ്ങൾ ഓരോ നോക്കാം, പ്രൊജക്ടറും കാര്യങ്ങളും ഏതൊക്കെയാണെന്ന് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കേട്ടോ. നമ്മുടെ തിയേറ്ററിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന NECയുടെ 2K പ്രൊജക്ടറും കാര്യങ്ങളാണ്. നമുക്കൊരു ഫുൾ വ്യൂയും കാര്യങ്ങളും നോക്കാതെ. നമ്മുടെ തിയേറ്ററിൽ 2K ലേസർ പ്രൊജക്ഷനാണ് വരുന്നത്. നമുക്കൊരു ഫുള്ളൊരു വ്യൂയും കാര്യങ്ങളും നോക്കാം. മെയിൻ സെർവറാണ് നമ്മുടെ പ്രൊജക്ടറിൻ്റെ വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് നേരെ ഹാളിലോട്ടൊന്ന് നോക്കാം എങ്ങനെയുണ്ട് ആ വ്യൂയും കാര്യങ്ങളും. ആ ലൈറ്റ് അറേഞ്ച്മെൻറ്റും ആ സ്ക്രീൻ സൈസും കാര്യങ്ങളും നല്ല എടുത്തറിയാൻ തന്നെ പറ്റുന്നുണ്ട്. നമുക്കിനി നേരെ സൗണ്ടിലോട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മുടെ തിയേറ്ററിനകത്ത് വരുന്ന സൗണ്ട് 7.1 ഡോൾബി സറൗണ്ടാണ്. മെയിൻ ആമ്പാണ് ഏറ്റവും മുകളിൽ ഡോൾബി കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളത് വരുന്നത് നമുക്ക് ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്ററും കാര്യങ്ങളാണ് വരുന്നത്. ഇത്രയാണ് നമ്മുടെ സൗണ്ടിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊജക്ടർ റൂമിൽ നിന്ന് പറയാനുള്ളത്. നീണ്ട കാത്തിരിപ്പുകൾക്ക് ശേഷം കരുനാഗപ്പള്ളി ഒരു അപ്ഡേറ്റ് നടന്നു. അത് നമ്മുടെ കൃഷ്ണ തിയേറ്ററാണ്. ഞാൻ വീഡിയോസും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞപ്പം എങ്ങനെയുണ്ടായിരുന്നെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നി കാണും അല്ലേ. നമ്മുടെ കൃഷ്ണ തിയേറ്ററിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. പ്രൊജക്ടർ റൂം, സീറ്റിംഗ് ഒക്കെ, അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും എല്ലാം. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തിയേറ്ററും കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ തിയേറ്ററിൽ വന്ന് വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തിയേറ്റർ കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മളവിടെ വന്ന് റിവ്യൂയും കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആരുമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കടിക്കും മറക്കരുത്. പുതിയൊരു വീഡിയോ വരുന്നവരെ നിങ്ങളുടെ സ്വന്തം നിധി. ബൈ.